ഒരു വലിയ പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ആശങ്കകളാണ്. ഇവിടെ ഉദ്ഘാടകൻ വരെ പറഞ്ഞു ഈ കാര്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചൊക്കെ. പക്ഷേ എത്രത്തോളം ആത്മാർത്ഥതയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ട സന്ദർഭമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, അത് എൻ്റെ രീതിയുമല്ല. ഞാൻ എവിടെയും ഊന്നൽ കൊടുക്കുന്നത് ഐക്യത്തിനാണ്. ഐക്യമാണ് ആവശ്യം. ഈ മനസ്സുള്ള ആളുകളെ മുഴുവൻ ഐക്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ദൗത്യം, അല്ലാതെ ഭിന്നിപ്പിക്കുകയല്ല. പക്ഷെ നോക്കൂ, അപ്പുറം ആ ഭാഗത്താണെങ്കിൽ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ അറിയാതെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോവുകയാണ്. ഓരോ ദിവസവും ഓരോ മാറ്റവും വരുന്നു, പേരുകൾ മാറുന്നു, സംഘടനകൾ മാറുന്നു, എല്ലാം മാറ്റങ്ങളാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ അച്ചടക്കത്തോടുകൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടില്ല. നമുക്ക് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ നോക്കൂ. ഇവിടെ PM ശ്രീയിൽ ഒപ്പിട്ട് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ നിയമം എന്താണ് പറയുന്നത്? അത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ആ നിയമത്തിൽ പറയുന്നത് നമുക്ക് പിൻവലിക്കാനാവില്ല. ഒപ്പിട്ട് പോയാൽ പിൻവലിക്കാനുള്ള അധികാരം നമുക്കില്ല. പിന്നെ ആർക്കാണ് അധികാരമുള്ളത്? കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരം. അങ്ങനൊരു നിയമമുണ്ടോ നമ്മുടെ നാട്ടിൽ? ഇങ്ങനെയൊക്കെ നിയമം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾ അറിയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്താണ്? നമ്മൾ ഒപ്പിട്ട് പോയാൽ അതിൽ നിന്നും പിൻവാങ്ങാനുള്ള അധികാരം നമുക്കില്ല എന്നുള്ളതാണ്. എന്ത് ഗംഭീരമായ നിയമമാണ്! അപ്പൊ അതറിയാത്തവരാണോ നമ്മുടെ അധികാരികൾ? അതാണ് ചോദ്യം. അതറിയാത്തവരാണോ നമ്മുടെ അധികാരികൾ? എന്തുകൊണ്ട് ഇപ്പോഴെങ്കിലും ജനങ്ങളോട് ഇത് തുറന്നു പറയാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മൾ ചോദിക്കണ്ടേ? അതോടൊപ്പം നമ്മൾ നോക്കൂ, നമ്മുടെ ഭാഗത്ത് എന്തേ എല്ലാവർക്കും ഒരേ മനസ്സുള്ള എല്ലാവരും ഒന്നിച്ച് വരുന്നില്ല എന്ന് എൻ്റെ മനസ്സ് ചോദിക്കുന്നു. അത് പറയുമ്പോൾ ഒരു പക്ഷെ ആരും എന്നോട് പിണങ്ങേണ്ട ആവശ്യമില്ല. ഒരു പിണക്കാൻ വേണ്ടി പറയുന്നതല്ല. എല്ലാവരും കൂടി യോജിച്ച് വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഇവിടെ നടക്കൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ വരുന്നത് മെഡിക്കൽ ഫീൽഡിൽ നിന്ന്. ഇവിടെ കമേഴ്സ്യലൈസേഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ 2 വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്കറിയാവോ, ഇപ്പോൾ ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്, പഠിച്ചത് ജിപ്മറിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് എന്നുള്ള സ്ഥാപനം, പോണ്ടിച്ചേരിയിലെ പേരുകെട്ട സ്ഥാപനം. 67 ബാച്ചായിരുന്നു കേട്ടോ, 67 ബാച്ചായിരുന്നു. എന്താ ഇവിടെ ഇത് പറയുന്നതിന് പ്രസക്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 67 ബാച്ചിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ ടെസ്റ്റ് നടത്തി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അഡ്മിഷൻ കൊടുക്കുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്. ഓരോ വർഷവും അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. അന്ന് ഞാൻ പറയാൻ വേണ്ടി വരുന്ന അതല്ല, അന്ന് ഞാൻ കൊടുത്ത ഒരു വർഷത്തെ ഫീസ് എത്രയാണെന്നറിയാമോ? 25 രൂപയാണ്. 25 രൂപ ഫീസ്. 65-70 രൂപയാണ് മെസ് ഫീസ് ഒരു മാസത്തെ. ഒരു വർഷം എനിക്ക് വന്ന ചെലവ് എത്രയാണെന്നറിയോ? 2500 രൂപ. ഞാൻ കള്ളം പറയുന്നതല്ല, ഞാൻ അന്ന് എഴുതി വെച്ച കണക്കുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എത്ര ഒരു വർഷത്തെ ചെലവ്? എത്ര? 2500 രൂപ. 6 വർഷം അവിടെ നിന്ന് ഡിഗ്രി എടുത്ത് വന്നപ്പോൾ എനിക്ക് വന്ന ചെലവ് 15000 രൂപയാണ്. ചായക്കുള്ള പൈസ. ഇന്ന് ചായക്ക് പോലും ആ പൈസ തികയോ മാഷേ? ഇല്ല. ആ സ്ഥാനത്താണിപ്പോ പിറക്കുമ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് വെക്കും.
പിറക്കുമ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് വെച്ച് കോടികൾ ചെലവഴിച്ച് ഡിഗ്രി. എന്നിട്ടെന്താ ഇപ്പം മെഡിക്കൽ സർവീസ് എന്ന് പറയുന്ന ഒന്നില്ല. ഇന്ന് എന്താ മെഡിക്കൽ സർവീസിന് പകരം ഇപ്പം എന്താ ഉള്ളത്? മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. അതുപോലെ കാർഷിക മേഖല, നേരത്തെ ഇവിടെ ആരും പറഞ്ഞില്ല. കാർഷിക മേഖല അഗ്രികൾച്ചർ എന്നുള്ള വാക്കിന്ന് ഉപയോഗിക്കുന്നില്ല. ഇന്നെന്താ ഉപയോഗിക്കുന്ന വാക്ക്? അഗ്രി ബിസിനസ് എന്നതാണ്. അപ്പൊ ആ രൂപത്തിൽ ഈ രാജ്യത്തെ മാറ്റിയെടുക്കുകയാണ്. എല്ലാം മാറുകയാണ്. എന്തിനു വേണ്ടി? എല്ലാം ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള സംവിധാനങ്ങളായി മാറുന്നു. നമ്മൾ സഞ്ചരിക്കുന്ന റോഡായാലും തോടായാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും എല്ലാം സാധാരണക്കാരായ ആളുകളെ കൊള്ളയടിക്കുന്ന സംവിധാനങ്ങളായി മാറുന്ന ഒരു രാജ്യത്ത് അതിനെതിരായി നടക്കുന്ന ഒരു സമരം എന്ന് പറയുന്നത് വിഭാഗീയത ഒട്ടും തൊട്ടുതിരിണ്ടിയില്ലാത്ത ഐക്യത്തോടുകൂടിയുള്ള ഒരു പോരാട്ടമായി ഒരു നാളുകളിൽ മാറേണ്ടതുണ്ട്. അതിന് തുടക്കമാവട്ടെ. ഇന്ന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനം.